ബ്ലഡ് മൂൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സെപ്റ്റംബർ 7 രാത്രി 9:57 മുതൽ സെപ്റ്റംബർ 8 രാവിലെ 1:25 വരെ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ബ്ലഡ് മൂൺ നേരിട്ട് കാണാവുന്നതാണ്. നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബ്ലഡ് മൂൺ എന്നാണ്. നമുക്കറിയാം, ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട്, ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നുണ്ട്. ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ദിവസം, ഇന്നാണ് ആ ദിവസം, ഓക്കെ, സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യന്റെയും ചന്ദ്രന്റെയും നടുക്ക് എന്ത് ചെയ്യുന്നു? ഭൂമി വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള പ്രകാശത്തെ ഭൂമി മറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. സൂര്യന്റെ പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുകയാണ് ആരുടെ പണി? ചന്ദ്രന്റെ പണി. ഈ സമയത്തേക്ക് എന്ത് ചെയ്യാണ്? ഭൂമി ഈ സൂര്യനിൽ നിന്ന് പോകുന്ന പ്രകാശത്തെ മറയ്ക്കുകയാണ്. ഇങ്ങനെ മറയ്ക്കുന്ന സമയത്ത് തരംഗദൈർഘ്യം വളരെ കുറഞ്ഞ വയലറ്റും ബ്ലൂ കളറുകളൊന്നും എന്ത് ചെയ്യില്ല, അങ്ങോട്ടേക്ക് എത്തത്തില്ല. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ നമ്മൾ വിബ്ജ്യോർ എന്ന് വിളിക്കും. അതിൽ തരംഗദൈർഘ്യം കുറഞ്ഞ രശ്മികൾ എന്ത് ചെയ്യുന്നില്ല? ചന്ദ്രനിലേക്ക് എത്തില്ല. അവരെല്ലാം ഭൂമി തടഞ്ഞു വെക്കും. എന്നാൽ തരംഗദൈർഘ്യം കൂടുന്ന ഓറഞ്ച്, റെഡ് തുടങ്ങിയ രശ്മികൾ എന്ത് ചെയ്യുന്നു? ഭൂമിയെ തരണം ചെയ്ത് ചന്ദ്രനിൽ പതിക്കുകയും അവിടെ ഇത് പ്രതിഫലിക്കുകയും ചെയ്യും. തൽഫലമായി നമുക്ക് എന്ത് കാണാം? ചന്ദ്രൻ ചുമന്ന കളറിൽ കാണപ്പെടും. ഇതാണ് നമ്മൾ ബ്ലഡ് മൂൺ എന്ന് വിളിക്കുന്നത്. പരമ്പരാഗത കാലം തൊട്ടേ നമ്മൾ ഇതിൽ പല മിത്തോളജിക്കൽ കൺസെപ്റ്റുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? താരതമ്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ മാത്രമല്ല, ഗ്രീക്കിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതിൽ കുറെ കഥകൾ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ബ്ലഡ് മൂൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇതൊരു ലൂണാർ എക്ലിപ്സ് ആണ്, അഥവാ ചന്ദ്രഗ്രഹണമാണ്. ആൻഡ് നേരിട്ട് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇന്ന് രാത്രി എന്ത് ചെയ്യാവുന്നതാണ്? അത് നേരിട്ട് കാണാവുന്നതാണ് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.